നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയർ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർമ്മ വരുന്നത് ശ്രീ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗാണ്. ഇത് അയാളുടെ കാലമല്ലേ? യെസ്, മറ്റൊരു സുപ്രധാന അവാർഡ് കൂടി വിനി ജൂനിയറെ തേടിയെത്തിയിരിക്കുന്നു. EFE ബെസ്റ്റ് പ്ലെയർ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. EFE ട്രോഫി. ഇത് ബെസ്റ്റ് ഐബ്രോ അമേരിക്കൻ പ്ലെയർക്ക് ലഭിക്കുന്നതാണ്. ഈ ഐബ്രോ അമേരിക്ക എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ലാറ്റിൻ അമേരിക്ക എന്നുള്ളത് അതിന് സിനോണിമസ് ആയിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. ലാറ്റിൻ അമേരിക്കക്ക് സിനോണിമസ് ആയിട്ട് ഇത് പറയാറുണ്ടെങ്കിലും ഐബ്രോ അമേരിക്ക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് ഹെറിറ്റേജ് ഉള്ള സ്ഥലങ്ങൾ എല്ലാം ഉൾപ്പെടും. അതിൽ സംടൈംസ് യൂറോപ്യൻ കൺട്രീസ് ലൈക്ക് സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ, ആ രാജ്യങ്ങൾ കൂടി ഉൾപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ലാറ്റിൻ അമേരിക്കയിലെ ഈ സ്പാനിഷും പോർച്ചുഗീസും സംസാരിക്കുന്ന ആളുകളും കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോർച്ചുഗീസ് ഹെറിറ്റേജ് ഉള്ള രാജ്യങ്ങളും കൂടി കൂടുമ്പോഴാണ് ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും ഐബ്രോ അമേരിക്കയിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ വിനി ജൂനിയറെ തേടിയെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് നേരത്തെ ലിയോ മെസ്സിയൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളൊരു പുരസ്കാരമാണ്. പക്ഷേ ഇപ്പോൾ വിനി തുടർച്ചയായിട്ട് 3-ാം വർഷമാണ് ആ മേഖലയിൽ നിന്നുള്ള മികച്ച താരത്തിലുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത്. ഈ പുരസ്കാരം ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു കഴിഞ്ഞു. മിഗ്വൽ ഏഞ്ചൽ ഒലിവർ, അദ്ദേഹമാണ് ഈ ഒരു EFEയുടെ പ്രസിഡൻറ്റ്. അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡിൻ്റെ ലെജൻഡ് കൂടിയായിട്ടുള്ള ബ്രസീലിയൻ താരം റോബർട്ടോ കാർലോസ്, അദ്ദേഹം 1998 ഈ പുരസ്കാരം നേടിയതാണ്. അപ്പോൾ അദ്ദേഹവും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ അവാർഡ് വിനി ജൂനിയർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2024 32 ഗോളുകളാണ് അദ്ദേഹം നേടിയിരുന്നത്. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്നതിലും ലാലിഗ കിരീടം ചൂടുന്നതിലും ഇന്റർകോണ്ടിനൽ കപ്പ് നേടുന്നതിലും UEFA സൂപ്പർ കപ്പ് നേടുന്നതിലും സ്പാനിഷ് സൂപ്പർ കപ്പ് നേടുന്നതിലും ഒക്കെ സുപ്രധാനമായിട്ടുള്ള പങ്ക്, റയൽ മാഡ്രിഡിൻ്റെ ഈ നേട്ടത്തിലൊക്കെ സുപ്രധാനമായിട്ടുള്ള പങ്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ ഈ പുരസ്കാരം കൂടി അദ്ദേഹത്തെ തേടിയെത്തുന്നത്. ഫിഫയുടെ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡും ഗ്ലോബ് സോക്കർ അവാർഡും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിലാണ് അദ്ദേഹം നേടിയത്. അതോടൊപ്പം തന്നെ മികച്ച ഐബ്രോ അമേരിക്കൻ പ്ലെയർക്കുള്ള 2024 EFE ട്രോഫി കൂടി അദ്ദേഹം സ്വന്തമാക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.